ഹായ് ഹലോ വെൽക്കം ടു V3S ഫാമിലി. നമുക്കൊരു കുറുമ ഉണ്ടാക്കിയാലോ? നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കുറുമയാണ് കേട്ടോ. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ എങ്ങനെയാണ് വെജ് കുറുമ ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമല്ലേ വെജ് കുറുമ. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പം നമ്മൾക്ക് ഇതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൽ യൂസ് ചെയ്യുന്നത് ക്യാരറ്റ്, പയറ്, പൊട്ടാറ്റോ, സവാള, തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. കാബേജ് പറ്റില്ല, കോളിഫ്ലവർ, പച്ചപ്പട്ടാണി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ലോങ് ബീൻസ് എനിക്ക് ചെറിയ ബീൻസ് ഇല്ലായിരുന്നു, അപ്പോൾ ലോങ് ബീൻസ് എടുത്താണ്. എല്ലാം കട്ട് ചെയ്തിട്ട് വളരെ ചെറിയ പീസല്ല, അതിലും കുറച്ചുകൂടെ വലുതായിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാം കുക്കറിലിട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. ഇനി പാകത്തിന് വെള്ളം ഒഴിക്കണം. പാകത്തിന് പറഞ്ഞാൽ എല്ലാ കഷ്ണങ്ങളും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 1-2 വിസിൽ കൊടുക്കാം. അത്രേ ആവശ്യമുള്ളൂ. ചെറിയ ചെറിയ കഷ്ണങ്ങളല്ലേ, അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഇട്ടിട്ട് എല്ലാ കഷ്ണം കൂടി മൂടാൻ തരത്തിൽ വെള്ളം ഒഴിക്കണം. കാരണം നമ്മൾ തേങ്ങ ഒഴിക്കുന്നതാണ്. എല്ലാം കൂടി കഴിയുമ്പോഴേക്കും ആകെ കഷ്ണങ്ങളും കൂടുതലുണ്ടല്ലോ, എല്ലാം കൂടെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്യും. അതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നമ്മൾ കറിവേപ്പില, കല്ലുപ്പ് എല്ലാം ഇട്ടിട്ട് നമ്മൾ വിസിൽ കൊടുക്കുന്നു. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് അരപ്പിനുള്ള പണി നോക്കാം. 4-5 സ്പൂണ് 5-6 സ്പൂണ് തേങ്ങ. കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയോ, കറി കട്ട് ചെയ്യും. പക്ഷേ എനിക്ക് ഇത്തിരി കൂടുതലൊക്കെ തേങ്ങ അരക്കണതാണ് ഇഷ്ടം കേട്ടോ. അതിലേക്കൊരു 8-10 കാഷ്യൂ നട്ട്സ് ഉണ്ട്, കറിവേപ്പിലയുണ്ട്, ഒരു പച്ചമുളക് നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കൂടുതലെടുക്കാം, ഒരു വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഈ ഒരു അളവിലേ പാടുള്ളൂ കേട്ടോ, കൂടാൻ പാടില്ല. നമുക്ക് മസാലച്ചോയ ഓരോന്ന് മുന്നിൽ നിൽക്കും. ഒരു 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്ക, നമ്മുടെ മെയിൻ താരം പെരുംജീരകം, ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു വലിയ സ്പൂണ് മല്ലിപ്പൊടി. നമ്മളിതിൽ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല കേട്ടോ, പകരം പച്ചമുളകിൻ്റെ എരിവുണ്ടാവാം, കുരുമുളക് പൊടി ഇടാം. അങ്ങനെ അതെല്ലാം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കാഷ്യും തേങ്ങയും എല്ലാം ഉള്ളതുകൊണ്ട് നമുക്കത് കൊഴുപ്പായിട്ട് മാറും. അങ്ങനെ നമ്മുടെ കഷ്ണമെല്ലാം വെന്തിട്ടുണ്ട്, കഷ്ണങ്ങളെല്ലാം വെന്തു. ഇനി അതിലേക്ക് വേവിച്ച് വെച്ച പച്ചപ്പട്ടാണി കൂടെ ചേർക്കുന്നുണ്ട്. വേറെ സെപ്പറേറ്റ് വേവിച്ചെടുത്താൽ കേട്ടോ, കാരണം രണ്ടും 2 വേവല്ല. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് വേവിച്ച പച്ചപ്പട്ടാണി കുറച്ച് ഇടുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. നിങ്ങൾക്കിതിൽ കോളിഫ്ലവർ യൂസ് ചെയ്യാം. ഓരോരുത്തർ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ പറയുകയാണ്, ഒരുവിധം എല്ലാം വെജിറ്റബിൾസ് ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ. കോളിഫ്ലവർ, കേബേജ് ഞാൻ ഇടാറില്ല കേട്ടോ. അങ്ങനെ എല്ലാം കൂടി എല്ലാ കഷ്ണം കൂടിയും പച്ചപ്പട്ടാണിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഒരു തള വരണം. എല്ലാം കൂടി നന്നായി തിളച്ചതിന് ശേഷം നമ്മളതിലേക്ക് ചേർക്കുന്നു നമ്മുടെ അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു തള വരണം. ഇതിൽ ചിലവർ തേങ്ങ പാല് ചേർക്കുന്നവരുണ്ട് കേട്ടോ. അപ്പം എനിക്ക് എന്നിട്ട് മസാല ഫസ്റ്റ് പട്ട ഗ്രാമ്പൊക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഈ മിക്സ് ഒഴിക്കും. പക്ഷേ എനിക്കതല്ല, എനിക്ക് ഈ മസാല എല്ലാം അരച്ച് ചേർക്കണതാണ് ഇഷ്ടം. അങ്ങനെ ഒരു നന്നായിട്ടൊരു തള വരുമ്പോൾ അതെല്ലാം കൂടി നല്ല മിക്സായി പച്ച സ്മെല്ലൊക്കെ മാറി അങ്ങനെ നന്നായി തിളച്ച് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ വറവൊന്നും ഇടാറില്ല, ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാറുണ്ട് കേട്ടോ. ചിലവർ മുളക് പൊടി ചേർക്കും, ഞാൻ ചേർക്കാറില്ല. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. നമ്മൾ ഈ ശരവണ ഭവനിലൊക്കെ പോകുമ്പോൾ കിട്ടില്ലേ പൊറോട്ടയുടെ കൂടെയൊക്കെ, സൂപ്പർ ടേസ്റ്റ് അല്ലേ. അത്രയ്ക്ക് വരില്ലെങ്കിലും അതിനെ വെല്ലാൻ പറ്റില്ലെങ്കിലും എന്നാലും അതിൻ്റെ അടുത്ത് കൂടെ പോകുന്ന ഒരു അടിപൊളി കുറുമയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ഐറ്റംസ് എല്ലാം ആ ഒരു ചെറിയ എമൗണ്ടിൽ ചേർത്തിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, എങ്ങനെയുണ്ടെന്ന് പറയും. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു, കറിവേപ്പില ഇട്ടു. നമുക്ക് വേണമെങ്കിൽ നമുക്കിതിൽ പെരുംജീരകം വെളിച്ചെണ്ണയിൽ
കടുക് പൊട്ടിക്കണ പോലെ പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ ഇതിൽ ചേർക്കാം. അതും നന്നായിട്ടുണ്ടാവും. എനിക്കിതിൽ വറവ് ചേർക്കുന്നതിനോട് താല്പര്യമില്ല. അതേപോലെ തക്കാളി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ലാസ്റ്റ് നല്ല അടിച്ചിട്ട് തൈര് ചേർത്ത് കൊടുക്കുക. കുറച്ച് പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക. അത് കട്ടയിട്ടല്ല, നല്ല മിക്സിയിൽ അടിച്ച് നല്ല ഇതായ ശേഷം മാത്രം ലാസ്റ്റ് ചേർത്ത് വല്ലാതെ തിളയ്ക്കണതിൻ്റെ മുന്നേ നമ്മൾ വാങ്ങി വെക്കാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്ക് ടൊമാറ്റോ ചേർക്കണതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഫസ്റ്റ് ടൊമാറ്റോ ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഈ കറി ഇന്ന് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ. അങ്ങനെ കറി റെഡിയായി വേറെ പാത്രത്തിലേക്ക് മാറ്റാണ്. ഇച്ചിരി ഭംഗി വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്ന് ഞാനിത് ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അങ്ങനെ ഇടിയപ്പവും വെജ് കുറുമയും അടിപൊളിയല്ലേ? അപ്പോൾ വീണ്ടും കാണാം. ബായ്.